ഇതുപോലൊരു പൊട്ടനെ ഞാൻ ഈ ലോകത്ത് കണ്ടിട്ടില്ല. നിനക്ക് സ്വപ്നത്തിലെങ്കിലും കിട്ടൂടാ ഇതുപോലൊരു പെങ്കൊച്ചിനെ? ഇങ്ങനൊരു മണ്ടൻ. പഠിച്ചൊരു ജോലി മേടിക്കാന്ന് വിചാരിച്ചാ അതും സമ്മതിക്കത്തില്ല. പഠിച്ച് ജോലി വാങ്ങിക്കുന്നൊരു മോൻ. എടാ, ഈ ചൂട് സമയത്ത് 2 ഷർട്ട് ഇട്ട് കോമാളി കളിച്ച് കിടക്കുന്ന നിന്നെ ആ പെങ്കൊച്ച് എന്തോ ഭാഗ്യത്തിന് ഒന്ന് പ്രേമിച്ചു. നിങ്ങളുടെ മോനൊരു ലോക മണ്ടൻ തന്നെ. അവ മണ്ടനൊന്നുമല്ല, ഞാനാ മണ്ടൻ. നിന്നെ വിളിച്ചിറക്കി കൊണ്ട് വന്നതാ ഞാൻ ചെയ്തത് ഏറ്റവും വലിയ മണ്ടത്തരം. അത് ശരിയാ. ഏത് ശരി? നീ എന്ത് കേൾക്കാൻ എവിടെ വന്നിരിക്കുന്നത്? കേറിപ്പൊടിയാത്ത. അല്ല, ഞാൻ ഇപ്പൊ എന്ത് ചെയ്തേട്ടാ? നീ ഒന്നും ചെയ്യണ്ട, അത് ചെയ്തിട്ട് പടിയടി പോ. എന്ത് കഷ്ടം ഇത്. ആ പെണ്ണ് രക്ഷപ്പെട്ട് ഇവർക്കൊരു സീരിയൽ അഭിനയിക്കും. അതേടി, ഞാൻ ഇനി സീരിയലിൽ കൂടെ അഭിനയിക്കാൻ പോവാ. ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോ ജീവിക്കാൻ ഒട്ടും എന്തായാലും സീരിയലാണത്തെ പൊളിയായി. എന്താണ് ഒരു വിഷമം പോലെ പടമാറ്റം പറയാ? അപ്പൊ നീയൊന്നും അറിഞ്ഞില്ലേ? എടാ, മറ്റേ പെങ്കൊച്ചില്ലേ ദീപ, അവൾ ഇവന്റെ കൂടെ ഇറങ്ങി വന്നു. എന്നിട്ട് യവൻ കൊണ്ടുവന്ന് അവളെ വീട്ടിലാക്കി. എന്ത് പറയണോ ഈ പോങ്ങനെ? ലക്ഷ്മി, കൊറേ നേരമായിട്ട് ഞാൻ സഹിക്കുന്നു. അടിച്ച് ചെവിക്കുറ്റി ഞാൻ പൊട്ടിക്കും. ഇവിടെ ഒരു സ്വസ്ഥതയില്ല. നമ്മൾ എങ്ങോട്ട് പോണാ? എവിടെയും പോയി 2 അടിക്കാടാ. കൊച്ചിനെ കൊണ്ടാക്കിട്ട് വരാം. വാ. കൊച്ചിനൊക്കെ ഞാൻ ഉണ്ടാക്കി. അപ്പൊ ജെനി ഇവിടെ ഇല്ലേ? അവളിവിടെ ഇല്ലല്ലോ. എടാ, നീ അല്ലേ അവിടെ ഡാൻസ് ക്ലാസ്സിന് വിളിച്ചിട്ട് പോയത്? ഞാൻ അവളവിടെ കൊണ്ടാക്കിയല്ലോ. എവിടെ കൊണ്ടാക്കി? എടാ, അവള് വീട്ടിലുണ്ടാവോടാ. എടാ, അവള് വീട്ടിലില്ല. ഞാൻ ഇത്ര സമയം വീട്ടിൽ ഉണ്ടായിരുന്നു. വീട്ടിലില്ലേ? എടാ, വീട്ടിലില്ല. സൈമ, എന്താ പെങ്കുച്ചിനെ കൊണ്ടുവന്നാക്കിയോ? നീ കൊറേ കഷ്ടപ്പെട്ടതല്ലേ, വിട്ടുകളയണ്ട. എന്തായാലും എന്റെ കൊച്ചു ഡാൻസ് പഠിച്ചു. നിന്നെ കൊണ്ട് അങ്ങനെ ഒരു ഉപകാരം ഉണ്ടായി. അല്ല, നിങ്ങൾ എന്തേ തപ്പുന്നേ? ജെനി എവിടെ? ജെനി വീട്ടിലുണ്ട്. എടാ, നീ ഒന്ന് വന്നേ. എന്തൊക്കെ വട്ടാ കാണേണ്ടത്. എടാ സൈമ, എടാ കൊച്ചെന്തേടാ? എടാ, നീ ഇത് എവിടെ കൊണ്ടുവിട്ടെന്നാ പറയണേ? കൊച്ചിവിടെ എവിടെയെങ്കിലും ഉണ്ടാവടാ. ഞാൻ നോക്കട്ടെ. മക്കളെ, ജെന്നിയെ കണ്ടിരുന്നോ? ചേച്ചി, ജെന്നിയെ കണ്ടിരുന്നോ? ഇല്ല, ഇന്നിങ്ങോട്ട് വന്നില്ല. എന്താ സൈമ? ഒന്നുമില്ല. ഹലോ ഹലോ, യേശുദാസൊക്കെ അറിഞ്ഞില്ലേ? അറിഞ്ഞു. ഇനിയിപ്പോ എടാ, നീ ആ കൊച്ചിനെ എവിടെ കൊണ്ട് വിട്ടെന്നാ പറയുന്നേ? കൊച്ചു കുഞ്ഞല്ലേ അവള്. നീ എവിടെങ്കിലും ഇറക്കി വിട്ടിട്ട് പോയി എന്ന് പറഞ്ഞാൽ അതും ഈ കാലത്ത് നിനക്ക് അവളെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് പോയാൽ എന്തായിരുന്നു കുഴപ്പം? ഞാൻ കൊണ്ടുവിട്ടാ സാറേ. ആ, ഇനി വിഷമിച്ചിട്ടെന്തിനാ? കൊച്ചിനെ കണ്ടുപിടിക്കാനുള്ള വഴി നോക്കണം. സാറേ, നമുക്ക് ആ CA സാറിനെ ഒന്ന് വിളിച്ചാലോ? അയ്യോ, ഞാൻ വിളിച്ചതാ. അയാളുടെ ഭാര്യയുടെ അപ്പം മരിച്ചു പോയെന്ന്. അല്ല, ജെനിയുടെ ഫോട്ടോ വല്ലതും കയ്യിലുണ്ട്? എന്ന് നമ്മുടെ ഫാൻസ് പിള്ളേർക്ക് അതൊന്ന് ഷെയർ ചെയ്യേ. ഗണേശ, നീ പേടിക്കാതെ, ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം. നീ ഇപ്പൊ വീട്ടിലേക്ക് ചെല്ലേ. അവിടെ ജയമോൾ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ആ, പിന്നെ ഗണേശ, അവളെ ഇപ്പൊ ഒന്നും അറിയിക്കണ്ട കേട്ടോ.
നീ കൊച്ചിനെ കൊണ്ട് എവിടെ വിട്ടെന്നാ പറഞ്ഞ? ഞാൻ പറഞ്ഞല്ലോ സാറേ, കൊച്ചിനെ വീട്ടിന്റെ മുന്നിലിറക്കി വിട്ടെന്ന്. എന്നിട്ട് കൊച്ചെന്തിയടാ? മാഞ്ഞോയോ? നീ കൊച്ചിനെന്ത് ചെയ്തടാ? സാറേ, ഈ സമയത്ത് ഒരു കാര്യം മറ്റേ പോലീസ് കളിക്കരുത്. ബാക്കിയുള്ളവരുടെ പ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാ. ഇല്ല സാറേ, ഞാനൊന്ന് വരട്ടിയെന്നേ ഉള്ളൂ. നമുക്ക് അന്വേഷിക്കാം. സമാധാനമായിട്ടിരിക്കും. സാറേ എസ് എന്താ പറഞ്ഞ സാറേ? അയാള് വെറുതെ ഒരു കാര്യമില്ലാതെ. നമ്മുടെ പിള്ളേരും കട്ടക്കുന്നുണ്ട് സാറേ. ഉണ്ട്. ഫോൺ എടുത്തറ. മാക്സ് മെഷീൻ എറിയ. സൈമ, നീ വിഷമിക്കാതെ. സിഐ വിളിച്ചിരുന്നു, അവര് കാര്യമായിട്ട് അന്വേഷിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. നീ ഒരു കാര്യം ചെയ്യ, ഗണേശനോട് ഒറ്റയ്ക്കല്ലേ, നീ അങ്ങോട്ട് ചെല്ലേ. ആ ഹലോ ഹലോ. എടാ എന്തായടാ? നീ പേടിക്കലടാ, നമ്മുടെ പിള്ളേരും പോലീസും ഒക്കെ അന്വേഷിക്കുന്നുണ്ട്. എടാ അവിടെ അറിഞ്ഞിട്ടില്ല ഒന്നും. എടാ എനിക്ക് എന്താ ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. ഞാൻ അങ്ങോട്ട് വരാടാ. ആ ശരിയടാ. അണ്ണാ, ഈ കുഞ്ഞിനെ എവിടുന്ന കിട്ടിയേ? ഈ കുഞ്ഞിനെ എവിടുന്ന കിട്ടിയെന്ന് தெரியாது, எனக்கு தெரியாது. அந்த முருகண்ணன். ആ കൊച്ചിനെ എവിടുന്ന് കിട്ടിയടാ? சீக்கிரம் வாங்கடா, முருகன் இங்க பிரச்சனை நடக்குது. சீக்கிரம் வாங்கடா.